ഹലോ, ഇത് രക്തചന്ദനത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് രക്തചന്ദനത്തിൻ്റെ തടി എല്ലാവർക്കും അറിയാമല്ലോ. രക്തചന്ദനത്തിൻ്റെ തടി ഇത് അരച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു കല്ലിൽ അരച്ചെടുത്താണ് നമ്മൾ രക്തചന്ദന സോപ്പ് ബേസിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായതുകൊണ്ട് നമ്മൾ ഇത് വെള്ളത്തിലൊന്ന് സാധാരണ വെള്ളത്തിൽ നമ്മളിത് ഇങ്ങനെ ഉരയ്ക്കത്തില്ല. ഇതിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഞാനിതിൽ റോസ് വാട്ടറാണ് ആഡ് ചെയ്തത്. ബെഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ആഡ് ചെയ്ത്, പ്രമോഷനൊന്നും അല്ലേ. പിന്നെ ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി, ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി, അതായത് നമ്മുടെ പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലുള്ള അരിപ്പൊടിയും വൈറ്റമിനും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലത്. ഈ ഡെഡ് സ്കിന്നൊക്കെ മാറി സ്കിന്നിന് കുറച്ചും കൂടെ ഇതാവാൻ നല്ലതാണ്. അപ്പം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കറ്റാർവാഴയാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കൃത്യമായിരിക്കണം. ഇപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ സോപ്പ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ ആഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ 10 ml ഉണ്ടായിരിക്കണം. അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ സോപ്പ് ബേസ് കൂടിയിട്ട് നിന്നാലും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മളിതിലെ കണ്ടൻ്റ് എല്ലാം കറക്റ്റാണ്, അളവുകൾ കറക്റ്റാണെങ്കിൽ നല്ലതാണ്. അതേപോലെ നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നത്, ഇപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ അതിൽ 2 ക്യാപ്സ്യൂൾ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോഴത്തേനും അതിനകത്ത് ഒരു ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോഴും ആഡ് ചെയ്യും. ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കി കഴിഞ്ഞ് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മളൊരു വൈറ്റമിൻ ആഡ് ചെയ്യും. പിന്നെ ഇതിനകത്ത് കറ്റാർവാഴ, ഗ്ലിസറിൻ, റോസ് വാട്ടർ, ഇത് പനിക്കൂർക്ക, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണയോ ബദാം ഓയിലോ അല്ലാതെ ഒലിവ് ഓയിലോ നമ്മുടെ സ്കിന്നിന് ഇതെല്ലാം നല്ലതാണ്. ഞാൻ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും, അറിയാമായിരിക്കും. ആ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ ആ ഒരു ബാറ്റർ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ സോപ്പ് ബേസ് നല്ലതായിരിക്കണം. ഞാൻ ഇത് ഇറക്കി കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് അടുത്ത ഒരു വൈറ്റമിൻ ഇയുടെയും സ്മെല്ലും ആഡ് ചെയ്ത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ നല്ലതുമാണ്, ഭംഗിയാണ്. താങ്ക് യു.